ജി രവിയുടെ കണ്ടൻകുന്ന് മുത്തപ്പൻ എന്ന ഒരു നോവലാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിൽ ദലിതരുടെ പരിതാപകരമായ സാമൂഹിക സാംസ്കാരിക അവസ്ഥയും അതിനു കാരണക്കാരായ അധികാരവർഗത്തോട് അവർ വിവിധ നിലകളിൽ നടത്തുന്ന ചെറുത്തുനിൽപ്പുകളും അവകാശ പോരാട്ടങ്ങളുമായി ചുറ്റപ്പെട്ടതാണ് ഈ നോവലിന്റെ പ്രമേയം. ദലിതരെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ്, അധികാരവർഗമാണ് എന്ന തിരിച്ചറിവാണ് ഈ നോവലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജാതീയത അതിൻ്റെ കൊടുമുടികളിൽ എത്തിയ കാലമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ കാലത്ത് പട്ടിണി മാറ്റാൻ പാടുപെടുന്നവരെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും മാറുമറയ്ക്കാതെയുമുള്ള പെണ്ണുങ്ങളുടെയും കഷ്ടപ്പാടുകൾ നമ്മുടെ കണ്ണു നനയിക്കുന്ന കാഴ്ച വളരെ രസകരമായി നോവലിസ്റ്റ് ഇതിൽ വിവരിച്ചു കാണിക്കുന്നു. അന്നത്തെ പ്രണയം, ജാതി, സ്ത്രീ പുരുഷ ബന്ധം, നീതി, ജനാധിപത്യ ബോധം ഇവയെല്ലാം ജി രവി കണ്ടൻകുന്ന് മുത്തപ്പനിലൂടെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ദലിതരുടെ പ്രത്യേക ഭാഷ, കാർഷിക വൃത്തിയിലുള്ള അവരുടെ ഭക്തി, ആത്മാർത്ഥത, സംസ്കാരം, വിശ്വാസം ഇവയെല്ലാം കൂടി ചേർന്ന നോവലാണ് കണ്ടൻകുന്ന് മുത്തപ്പൻ. 20-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിൽ ജീവിച്ചിരുന്ന കേരളീയരായ ദലിത് വിഭാഗക്കാരുടെ ജീവിത രീതി, ഭാഷ, സംസ്കാരം എന്നിവ കേരള ചരിത്രത്തോട് കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് ഈ നോവലിലൂടെ മനസ്സിലാക്കാം. പക്ഷേ ചരിത്രം എപ്പോഴും വരേണ്യതയുടെ പക്ഷത്തു നിൽക്കുന്നു. ദലിതന്റെ ആദിവാസിയുടെ പോരാട്ട കഥകൾ പോക്കിരി വിളയാട്ടമായി പറഞ്ഞൊഴിഞ്ഞ് വിസ്മൃതമാവുകയാണ് ചെയ്യുന്നത്. CK കുമാരന്റെ ചിത്രീകരണത്തിലൂടെ ദലിതരുടെ തനിമയെയും സംസ്കാരത്തെയും വളരെ ലളിതമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നോവലിൽ. ദലിത് പാട്ടുകൾ അവരുടെ ജീവിത രീതിയും സംസ്കാരവും വിവരിച്ചു കാണിക്കുന്നു. അവ ഭംഗിയിലും തന്മയത്വമാർന്ന ദലിത് ഭാഷയിലും രചിച്ചിരിക്കുന്നു. ഉദാഹരണം, പുല്ലു പറിച്ചു കൊണ്ടുനിന്ന പെണ്ണുങ്ങൾ മുഴുവൻ തല ഉയർത്തി. പെണ്ണുട്ടി അവരെ നോക്കി ചിരിച്ചു. 4 കൂട്ടി മുറുക്കിയത് പിന്നിലെ തോട്ടിലേക്ക് നീട്ടിത്തുപ്പി. അപ്പോൾ കെട്ടിയുണ്ടാക്കിയ ഒരു പാട്ട് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നുണ്ടു കേക്കണം കുഞ്ഞാങ്ങളെ, എനക്കൊരു കാര്യം ചൊല്ലാനുണ്ട്. ഒന്നുണ്ടു കേക്കണം കുഞ്ഞാങ്ങളെ, എനക്കൊരു കാര്യം ചൊല്ലാനുണ്ട്. കുപ്പായം തന്നതും ഓറാണല്ലോ, കുപ്പായ ഇടിച്ചതും ഓറാണല്ലോ. അന്ന് രാവേറെ കഴിഞ്ഞപ്പള്, ചന്ദിരൻ പോയി മറഞ്ഞപ്പള്, ചെറ്റേമെ തട്ടി വീളിക്കുന്നുണ്ട്. ഇഞ്ഞിങ്ങി പോരാളെ കുഞ്ഞിപ്പെണ്ണെ, ഇന്നെ ഞാൻ പൊന്നോലെ നോക്കും പെണ്ണെ. ഇഞ്ഞിങ്ങ് പോരാളെ കുഞ്ഞിപ്പെണ്ണെ. ഓമേന കുങ്കർ പറഞ്ഞിട്ടുണ്ട്, കുങ്കറാമേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന്റെ മാനം നീ കാക്ക വേണം, പെണ്ണിനെ പായോടിക്കണടോ. എൻ്റെ വന്നു നീ പാർക്കുന്നെങ്കി, മാനത്തോടന്നെ ഞാൻ കാക്കും പെണ്ണേ. ഈ നാടൻ പാട്ട് അക്കാലത്തെ ചരിത്രം നമ്മളിലേക്ക് ഒരുപാട് ചിന്തകൾ ഉണർത്തുന്നതിന് പര്യാപ്തമാണ്. ദലിതരെ ചേർത്തു പിടിക്കൂ, രക്ഷിക്കൂ എന്ന ധ്വനി കൂടി ഈ നോവലിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നു. അക്കാലത്ത് പണമോ പ്രതാപമോ ഇല്ലാത്തവർക്ക് കയ്യൂക്ക് മാത്രമാണ് മൂലധനം എന്നും ഓരോ ചുവടുവയ്പും ജീവൻ മരണ പോരാട്ടമാണെന്നും അയ്യങ്കാളിയെ പോലെ തന്നെ ഈ നോവലിലെ കുങ്കറും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിലൂടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചിരിക്കുന്നു. കണ്ടൻകുന്നിലെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി കുപ്പായമിട്ട ദലിത് സ്ത്രീയാണ് പെണ്ണുട്ടി.
കുങ്കറിനും വെളുത്തനുമൊപ്പം അനീതികൾക്കെതിരെ അരിവാൾ വീശിയവൾ. മറ്റുള്ള കുട്ടികളെ പോലെ കന്നുകാലികളെ മേയിച്ചു നടക്കാതെ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹം പുലർത്തിയതിനാൽ ജന്മിമാർ മർദ്ദിച്ചപ്പോൾ നാടുവിടേണ്ടി വരുന്ന ബാലൻ കണ്ടൻകുന്ന് രക്ഷകനും മുത്തപ്പനുമായി മാറുന്ന കാഴ്ച ഈ നോവലിൽ നമുക്ക് വായിക്കാം. ഈ നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് രാമൻ. കുങ്കറുടെയും രാമന്റെയും ജീവിതത്തിലെ സംഭവ വികാസങ്ങളെ മാറിയും മറിഞ്ഞും ചിത്രീകരിച്ചു കൊണ്ടാണ് നോവൽ മുന്നോട്ടു നീങ്ങുന്നത്. താനും തൻ്റെ സമൂഹവും നേരിടുന്ന തിക്താനുഭവങ്ങളുടെ തിരിച്ചറിവാണ് കുങ്കറെ സാമൂഹിക പോരാളിയും പരിഷ്കർത്താവുമാക്കി മാറ്റുന്നത്. മറ്റൊരു സാഹചര്യത്തിൻ്റെ ആനുകൂല്യത്തിൽ വളരാനിടയായതിനാൽ തികച്ചും സ്വകാര്യ ജീവിതമാണ് രാമൻ എന്ന കഥാപാത്രം നയിച്ചത്. മാവുങ്കൽ ക്രിസ്ത്യൻ തറവാട്ടിലെ ആശ്രിതനായി ജീവിച്ചതുകൊണ്ട് മറ്റു ദലിത് കുട്ടികൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ ഒന്നും രാമന് അനുഭവിക്കേണ്ടി വന്നില്ല. അക്കാലത്ത് ജാതിമത വിദ്വേഷമില്ലാതെ മക്കളില്ലാത്ത വക്കച്ചനും റാഹേലും അലിവോടെയും കരുതലോടെയും രാമനെ വളർത്തുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട രാമനെ വക്കച്ചന്റെ അടുത്തെത്തിക്കുന്നത് കൊറുമ്പിയാണ്. വയസ്സുകാലത്ത് കൊറുമ്പി രാമനെ തേടിയെത്തി. മക്കളെയും കുട്ടികളെയും കൂട്ടി പെലാക്കുനി തിറക്കി പോകാൻ വിളിച്ചു. പക്ഷേ തന്നിലേക്ക് തന്നെ ചുരുണ്ടുപോയ രാമൻ ആടത്തേക്കൊന്നും ഞാനില്ല ഏടത്തിയെ എന്നാണ് പറയുന്നത്. ഇണക്കു കേക്കണോ, ഞാള് ചെറു ബാല്യക്കാര്, കുപ്പായൊന്നും ഇടൂല, ഇട്ടൂടാ, അങ്ങനെ വേണം കണ്ടത്തില് പണിക്കിറങ്ങാൻ. ഓർക്ക് ഏതേലും പെണ്ണിനെ കണ്ട് പോതിച്ചാ പിന്നെ പറയാനുമില്ല. എങ്ങനെയാ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടേന്ന് പറയാനാവൂല മോനെ, പറയാ കയ്യൂല. പണിയില്ലെങ്കിൽ ഒന്നും തിന്നാനുണ്ടാവൂല പെരേല്. അന്നേരം തോട്ടീന്ന് മീൻ പിടിക്കും, കേങ്ങ് മാന്തും. ഉമ്മാക്കൊരു പോരണ്ടായിനോ, ഒരു ബായ വെച്ചാല് കോല കൊത്താനാവുവനോ? ഇല്ലാലോ. ഓല് ബന്ന് ഇറക്കി വിടും, ഓല് ബന്ന് കൊല കൊത്തും, അങ്ങനല്ലേനോ? ഇണക്കതൊന്നും കാണേണ്ടി വന്നിക്കില്ല, ഇഞ്ഞതൊന്നും അനുഭവിച്ചിക്കൂല്ല. ഇഞ്ഞി പാർത്തത് ചേട്ടന്മാരെ കൂടിയല്ലേ. കുങ്കറ് ഒറ്റൊരുത്തനാ ഈനെല്ലാം ബലങ്ങനെ നിന്നത്. ഓലുണ്ടായോണ്ടാ അമ്മളെ കൂട്ടർക്ക് ഇങ്ങനെ നടക്കാൻ പറ്റിയത്. തിറക്കി ഇമ്മക്ക് പോണം, ഇഞ്ഞി ഭരണം, കുട്ടിയോളെയും കൂട്ടണം. കുറുമ്പി മുത്തി നോവലിന്റെ ഒടുക്കം രാമനോട് പലയിടങ്ങളിലായി പറയുന്ന വർത്തമാനങ്ങളെ ഒന്ന് ചേർത്ത് വെച്ചാൽ കുങ്കറിന്റെ മഹത്വവും കുങ്കറിനോട് അതിന്റെ ഗുണഭോക്താക്കളായ തലമുറകൾ പുലർത്തേണ്ട പ്രതിബദ്ധതയും ബോധ്യപ്പെടും. ഈ നോവൽ കാലത്തിനു യോജിച്ച ഒന്ന് തന്നെയാണ്, വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. ജി രവി മാസ്റ്ററുടെ കണ്ടൻകുന്ന് മുത്തപ്പൻ. കേളപ്പജിയുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും കായികാഭ്യാസിയായി മാറുകയും ചെയ്യുന്ന കുങ്കർ അയ്യങ്കാളിയെ പറ്റി അറിയുകയും നാട്ടിലെത്തി പോരാട്ടം തുടരുകയും പിന്നീട് ദലിത് രക്ഷകനായി മാറുകയും ചെയ്യുന്ന കുങ്കർ ഇടയ്ക്ക് കേളപ്പജി വരും. അന്ന് ഉത്സവമായിരിക്കും. അദ്ദേഹം വന്നാൽ രാത്രിയിൽ കഥ പറയാനിരിക്കും. പല നാടുകളിൽ നിന്നും വന്ന കുട്ടികളുണ്ട്. വീടും നാടും സ്വന്തമായി ഇല്ലാത്തവർ, ചേർത്തു നിർത്താൻ ആരുമില്ലാതായി പോയവർ. വന്നപ്പോൾ പലരും മുഖമുയർത്തി നോക്കിയതുപോലുമില്ല. ചിരിക്കാൻ മറന്നുപോയവർ, തെളിഞ്ഞു നിൽക്കുന്ന വാരിയെല്ലുകൾ, കടന്നു വരുന്ന ദാരിദ്ര്യകാലത്തെ ഓർമ്മിപ്പിക്കാൻ എന്ന വണ്ണം. നോവൽ കാലത്തിന് യോജിച്ചവ തന്നെ. വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ജി രവി മാസ്റ്ററുടെ കണ്ടൻകുന്ന് മുത്തപ്പൻ. ചരിത്രമില്ലാത്ത ദേശങ്ങളില്ല, സംഘർഷമില്ലാത്ത ദേശഗാഥകളുമില്ല. പക്ഷേ ബാക്കിയാവുന്നതെന്ത് എന്ന് ഈ നോവൽ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു ദേശചരിത്രത്തിൽ നിത്യമുദ്രകൾ ചാർത്തിയ ഒരാളെ ഓർത്തെടുക്കുകയാണ് ഈ ആഖ്യായികയിൽ. കൂടുതൽ കഥകളോ വിശദാംശങ്ങളോ അറിയാമായിരുന്ന സമുദായത്തിലെ പഴമക്കാർ മൺമറഞ്ഞു പോയി. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രായമായവരുടെ ഓർമ്മകളിൽ കുങ്കർ സ്ഥാപിച്ച എഴുത്തുകളരി ജ്വലിച്ചു നിൽക്കുന്നു. കാലം വിസ്മരിച്ച ഒരാളെ വീണ്ടെടുക്കാനുള്ള രവി സാറിൻ്റെ ഈ എളിയ ശ്രമം
എത്രത്തോളം ശരിയായെന്ന് വിലയിരുത്തേണ്ടത് വായനക്കാരാണ്. പ്രിയപ്പെട്ടവർക്കായി രവി മാസ്റ്റർ ആദരവോടെ ഈ നോവൽ സമർപ്പിക്കുന്നു. രവി മാസ്റ്റർക്ക് 1000 നന്ദി.